ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഇച്ചിരി മിൽക്ക് കസാവ ഉണ്ടാക്കാൻ പോവാണേ. പേടിച്ച് പോയോ? ഒരു ഗുമ്മ് കിട്ടാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ പാൽക്കപ്പ അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കൂടെ കൂടിക്കോ. അതിന് വേണ്ടി ഞാൻ കപ്പ കൊത്തി അരിഞ്ഞത് കഴുകി നല്ലതായിട്ട് വെള്ളത്തിൽ വാരാൻ വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ പോകാൻ വേണ്ടിയേ. അതിനു വേണ്ടി ഞാൻ കൊത്തി അരിയാൻ മടിയായതുകൊണ്ട് ഞാനിങ്ങനെ പാക്കറ്റിൽ ഇവിടെ കൊത്തി അരിഞ്ഞ കപ്പ കിട്ടും കേട്ടോ, അത് വാങ്ങിച്ചു. അതൊരു 5 പൗണ്ടോളം ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചത്. ഇത് കണ്ടോ, എൻ്റെ ന്യൂട്രീഷ്യസും എന്തൊക്കെയുണ്ട് ഇൻഫർമേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ കപ്പ കഴുകി വാരിയത് ഞാൻ വെള്ളത്തിലിട്ട് തിളപ്പിക്കാൻ വെച്ച് ഇച്ചിരി ഉപ്പും കൂടെ ഒഴിച്ചു. അത് തിളച്ച് വന്നു കഴിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പ് ഒഴിച്ച്. എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ഈ ഒരു കയ്പ്പൊക്കെ ഒന്ന് പോട്ടെ. എന്നിട്ട് ഞാനത് വാർത്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് പച്ചമുളകും ഉള്ളിയും കൂടെ ഒന്ന് ചതച്ചേച്ചും അത് ഇച്ചിരി ചെറിയ ഒരു തീയിലിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ആ അരപ്പ് വെള്ളത്തിലൊന്ന് വേവിക്കാൻ വെച്ച് കേട്ടോ. എന്നിട്ട് അത് ഞാനൊരു ഐ തിങ്ക് ഒരു 8 മുളക് എടുത്തുള്ളൂ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. എന്നിട്ട് അത് വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ തേങ്ങാപ്പാൽ ഇതുണ്ടോ, ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഈ ടിന്നിലുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ അത് ഞാൻ 2 ടിന്ന് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അത് പതുക്കെ നമ്മുടെ അടുപ്പിലിരിക്കുന്ന കപ്പ വേവിച്ചതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മുടെ ഈ കപ്പ ഈ പാലിനകത്ത് വേണം വേവാൻ, കാരണം എന്നാൽ ആ രുചിയെല്ലാം എല്ലായിടത്തും പറ്റത്തുള്ളൂ. ഇതിപ്പോൾ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ഒഴിക്കുന്നവരും കാണും, പക്ഷെ ഞാനിത് പാലിൽ വേവിക്കും കേട്ടോ, എന്നാൽ ആ രുചി ശരിക്കും വരത്തുള്ളൂ. എന്നിട്ട് ഇടയ്ക്ക് ഞാൻ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കും, കാരണം എല്ലായിടത്തും ഉപ്പ് പിടിച്ച് വരണമല്ലോ. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുത്തു. നമ്മൾ ഇത് അടുപ്പിൽ വെച്ച് തേങ്ങാപ്പാൽ വേവിക്കുമ്പം സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അടി പിടിക്കാതെ നോക്കിയോണേ. എനിക്കിവിടെ കപ്പ നന്നായിട്ട് വേവുന്നതാണ് ഇഷ്ടമേ. എനിക്കിങ്ങനെ കപ്പ കഷ്ണങ്ങളായിട്ടിരിക്കുന്ന ഇഷ്ടമല്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മാക്സിമം നല്ലതായിട്ട് ഒട്ടച്ച് എനിക്കിങ്ങനെ കഷ്ണങ്ങൾ കാണുന്ന ഇഷ്ടമല്ല. അതിപ്പോൾ നിങ്ങൾക്ക് കഷ്ണങ്ങൾ വേണമെങ്കിൽ അത്ര ഉടയ്ക്കണമെന്നില്ല കേട്ടോ, പക്ഷെ ഞാനിത് നല്ലതായിട്ട് ഉടയ്ക്കും. അപ്പോൾ അത് അടുപ്പത്തിരുന്ന് ഉണ്ടോ നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേനും ഞാൻ 2 കപ്പ് തേങ്ങാപ്പാലും അതിനകത്ത് ഒഴിക്കും. അതിൻ്റെ കൂടെ ആ തേങ്ങാപ്പാലിൻ്റെ ലാസ്റ്റ് വരാൻ വേണ്ടി ഇച്ചിരി വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്ത് ആ തേങ്ങാപ്പാലിൻ്റെ ടിന്നിൻ്റെ അകത്ത് അവശേഷിക്കുന്ന പാലില്ലേ, അതും കൂടെ കിട്ടാൻ വേണ്ടി ഇച്ചിരി വെള്ളം കലക്കിയും കൂടെ ഒഴിക്കും. ഇത് കണ്ടോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് ഒട്ടച്ച് കഷ്ണമൊന്നും ഇല്ലാതെ. അത് ഇച്ചിരി പണിയായിരുന്നു എനിക്ക്, കാരണം എൻ്റെ കൈക്ക് അത്ര വലിയ ബലമില്ലാത്തതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് അത് ഉടയ്ക്കാം. പിന്നെ ഞാനൊരു വലിയൊരു സവാള എടുത്തിട്ട് തിന്നായിട്ട് അരിഞ്ഞ് കേട്ടോ, ഒരു 1.5 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ അവസാനം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം കണ്ടില്ലേ, വളരെ തിന്നായിട്ടാണ് ഞാൻ എടുത്തേക്കുന്നതാണ്, എന്നാലേ നമ്മളത് മൊരിച്ചെടുക്കുമ്പോൾ നല്ലതായിട്ട് വരത്തുള്ളൂ. എന്നിട്ട് ഞാൻ ചട്ടിയിൽ വെച്ചു, കടുക് പൊട്ടിച്ചിട്ട് നമ്മളെ സവാള ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാൻ പോവാം. സവാള ഇട്ട് കഴിഞ്ഞിട്ട് കണ്ടോ, അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി നമ്മുടെ വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്, നമ്മുടെ കടുകും ചേർത്തിട്ടുണ്ട്. അതെൻ്റെ ഒരു സീക്രട്ടാണ്. എൻ്റെ കടുക് വറുക്കുമ്പോൾ ഈ വറ്റൽമുളക് ചേർത്താൽ നല്ല രുചിയായിരിക്കും, എനിക്കിഷ്ടമാണ്. പിന്നെ അത് കണ്ടോ, എന്നിട്ട് അതെല്ലായിടത്തും നല്ലതായിട്ട് ഒരേപോലെ മൊരിഞ്ഞ് വരണം, കരിയാൻ പാടില്ല കേട്ടോ. കരിഞ്ഞാൽ നമ്മുടെ കപ്പയുടെ സകല ടേസ്റ്റും പോവും. അപ്പം ചെറുതീയിൽ ഇതെല്ലായിടത്തും നന്നായിട്ട് നമ്മുടെ സവാള നല്ല ഈവനായിട്ട് എല്ലാം നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ അത് മുരിഞ്ഞ് വരണം. അങ്ങനെ അതുവരെ നമ്മൾ കൂടെ നിന്ന് തന്നെ അതിനെങ്ങനെ ഇളക്കി മാറ്റിയും ഒക്കെ നിർത്തി അത് ശരിയാക്കി അങ്ങ് എടുക്കണം. എന്നിട്ട് ഇതാണ് ഞാൻ പാത്രത്തിലോട്ട് എൻ്റെ കപ്പ മാറ്റിയപ്പം അതിൻ്റെ ലുക്ക് ഇതുണ്ട്. ഇവിടെ നമ്മുടെ സവാള മരിഞ്ഞു വരുന്നുണ്ട്. അത് നല്ല ഒരു ബ്രൗൺ കളറാകുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണേ, കരിഞ്ഞു പോരുത് കേട്ടോ. കരിഞ്ഞു പോയാൽ ടേസ്റ്റ് എല്ലാം പോവും. എന്നിട്ട് ഇതതുപോലെ ഞാൻ എടുത്ത് നമ്മുടെ കപ്പയുടെ മുകളിലോട്ടങ്ങ് വെതറി. കണ്ടോ, ഇത് 2 കയ്യിലും, എനിക്ക് ഒരു കയ്യിൽ ക്യാമറ പിടിച്ചുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി പാടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരുപോലെ എല്ലായിടത്തും ഇത് ഇട്ടേനെ. ഇതിപ്പം നടുക്കോട്ട് ഇട്ടിട്ട് പിന്നെ ഞാൻ പതുക്കെ എല്ലായിടത്തോട്ടും പരത്തി ഇടുമായിരുന്നു. അപ്പം ഇത് കണ്ടോ,
ആ എണ്ണയെല്ലാം അതിൻ്റെ മുകളിൽ വന്ന് ആ ചൂടോടുകൂടി അതങ്ങനെ ഇരിക്കുക. നല്ല മണമാണ്, നല്ല രുചിയാണ്. ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഉപയോഗിക്കുന്നത് മീൻകറിയാണ്. ഞാൻ ഓൾറെഡി മീൻകറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ വേറൊരു ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്യും. എൻ്റെ കുക്കിംഗ് വീഡിയോ ആരും കാണുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. വ്യൂവേഴ്സൊക്കെ വളരെ കുറവാണ്. സോ ഇത് എൻ്റെ സ്റ്റൈലാണ് കേട്ടോ. ഞാൻ വലിയ പ്രൊഫഷണൽ കുക്കൊന്നുമല്ല, പക്ഷേ ടേസ്റ്റായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ ഞാനത് പിന്നെ സെർവ് ചെയ്യാൻ വേണ്ടി എല്ലാം വെച്ചു. ഇച്ചിരി ഭംഗിയാക്കാൻ വേണ്ടി ഇച്ചിരി മല്ലിയിലയൊക്കെ ഡെക്കറേറ്റ് ചെയ്ത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്.